നഫ്സിന് അള്ളാഹു ആ നഫ്സിനെ സംവിധാനിച്ചു. അതിൻ്റെ ഫുജൂറും അതിൻ്റെ തഖ്വയും നഫ്സിൽ അള്ളാഹു സ്ഥാപിച്ചു. അള്ളാഹു സ്ഥാപിച്ചതാണ്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താനുകൾ അതിനെ പ്രേരിപ്പിക്കുകയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. എന്നാൽ അസ്ലിൽ മനുഷ്യനാണ്, അവൻ്റെ നഫ്സാണ് തിന്മയുടെ കാരണക്കാരൻ. ചില ആളുകൾ ചോദിക്കും, റമളാനിൽ ശൈത്താനിനെ കെട്ടിയിടുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ടും പലരും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണത്. പിശാച് മാത്രം കാരണം കൊണ്ടല്ല ജനങ്ങൾ തെറ്റ് ചെയ്യുന്നത്, അവരും തെറ്റിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരാണ്. പിശാച് അതിന് പ്രേരണ നൽകുന്നു എന്ന് മാത്രം. ആ പ്രേരണ കുറയും. അല്ലാതെ അസ്ലിയായി മനുഷ്യൻ്റെ നഫ്സിൽ ഒരു ഷർറുണ്ട്. ആ ഷർറിൽ നിന്ന് പ്രവാചകൻ കാവൽ തേടിയിരുന്നു. ആ ഷർറു കൊണ്ടാണ് അമലുകളിൽ തിന്മകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്ന് അവൻ്റെ മനസ്സ് തന്നെയാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ്റെ മനസ്സാണ്. നിരന്തരമായി മനസ്സിനെ വിചാരണ ചെയ്യുകയും മനസ്സിനെ അടക്കി വെക്കുകയും മനസ്സിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിക്കുകയും ചെയ്തവന് മാത്രമാണ് വിജയം. ശ്രദ്ധിക്കുക. മനസ്സിനെ വിചാരണ ചെയ്യുകയും, മനസ്സിനെ വിചാരണ ചെയ്യണം കുറ്റവാളിയെ വിചാരണ ചെയ്യുന്നത് പോലെ.